വചനഘോഷണത്തെക്കാളുപരിയായി ജീവിതമാതൃകയിലൂടെയുള്ള സാക്ഷ്യം ചൈനയിലെ ക്രിസ്തീയ സഭകളുടെ വളർച്ചയെയും അതിജീവനത്തെയും കുറിച്ച് ക്രിസ്ത്യൻ ഡെയിലി പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. വെറും വാക്കുകൾ കൊണ്ട് മതം പ്രചരിപ്പിക്കുന്നതിനേക്കാൾ മാറിയ ജീവിത സാഹചര്യങ്ങളും വിശ്വാസികളുടെ സ്വഭാവശുദ്ധിയുമാണ് ചൈനയിൽ ക്രിസ്തുമതത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുന്നത്. കഠിനമായ നിയന്ത്രണങ്ങൾക്കിടയിലും സഭകൾ സജീവമായി നിലനിൽക്കാൻ ഇത് കാരണമാകുന്നു. 1970കളിലെ സാംസ്കാരിക വിപ്ലവത്തിനു ശേഷം ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ഉണർവുണ്ടായി. യുവാക്കൾ 2 പേർ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിദൂര ഗ്രാമങ്ങളിൽ പോവുകയും വീടുകൾ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരംഭിക്കുകയും ചെയ്തത് സഭയുടെ വളർച്ചയിൽ നിർണായകമായി. ലേഖനത്തിൽ ചെൻ ഷാവോയിങ് എന്ന വിരമിച്ച അധ്യാപികയുടെ കഥ ഉദാഹരണമായി പറയുന്നു. ആശുപത്രി സന്ദർശനത്തിനിടെ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലേക്ക് വന്ന അവർ സഭകളോ വിശ്വാസികളോ ഇല്ലാതിരുന്ന സ്വന്തം നാട്ടിൽ സുവിശേഷമെത്തിക്കുകയും 10 വർഷത്തിനുള്ളിൽ 1000-ലധികം വിശ്വാസികളുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്തു. പാശ്ചാത്യ രീതിയിലുള്ള പ്രസംഗങ്ങളെക്കാൾ പ്രാദേശിക സംസ്കാരത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ചൈനയിൽ ഫലപ്രദമായത്. സ്നേഹം, സന്തോഷം, കൃപ എന്നിവ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നു. ചൈനയിൽ നിലവിൽ 66,000-ലധികം ഔദ്യോഗിക ആരാധനാലയങ്ങളുണ്ട്. സർക്കാരിന്റെ കർശന നിയന്ത്രണങ്ങൾക്കിടയിലും വിശ്വാസികൾക്കിടയിലുള്ള ഐക്യവും അവരുടെ ഉറച്ച വിശ്വാസവുമാണ് സഭയുടെ വളർച്ചയ്ക്ക് ആധാരമെന്ന് ലേഖനം വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, സുവിശേഷ പ്രസംഗത്തേക്കാൾ ഉപരിയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റവും സമൂഹത്തോടുള്ള അവരുടെ പെരുമാറ്റവുമാണ് ചൈനയിൽ ക്രിസ്തീയ സാക്ഷ്യം ഫലപ്രദമാക്കുന്നതെന്നതാണ് ഈ ലേഖനത്തിന്റെ കാതൽ.